നോക്കൂ, ഇന്ത്യ മുന്നണി ആദ്യം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര, പിന്നീട് കോൺഗ്രസിൻ്റെ ശക്തി മാത്രം പോരാ രാജ്യം ജയിക്കാൻ എന്നത് കണ്ടുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിൽ വലിയ നിലയിൽ കോൺഗ്രസ് ആരിച്ചു പോകുന്നത്, അതിൻ്റെ ഭാഗഭാക്കായത്. ആ ഘട്ടത്തിലൊക്കെ തന്നെയും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടെൻഷൻ എന്ന് പറയുന്നത് മമതയും കെജ്രിവാളും കോൺഗ്രസ് മുഖ്യ ശക്തിയായി വരുന്നതിനെ എതിർത്തിരുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കോൺഗ്രസ് ഞങ്ങളാണ് പ്രധാനമന്ത്രി ആകേണ്ടത് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അരവിന്ദ് കെജ്രിവാളും മല്ലികാർജുൻ ഖാർഗെ എന്ന AICC അധ്യക്ഷനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഒരു വലിയ കടമ്പ ചാടിക്കടന്നിരിക്കുന്നു ഇന്ത്യ മുന്നണി എന്നല്ലേ കാണേണ്ടത്? തീർച്ചയായിട്ടും നികേഷ്, അങ്ങ് പറഞ്ഞത് 100% ശരിയാണ്. കാരണം ഇന്ത്യ മുന്നണിയുടെ ഒരു ദൗർബല്യം എന്ന് ഇതുവരെ നമ്മൾ കരുതി പോന്നിരുന്നത് ഒന്നിലധികം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികൾ ഉണ്ടാവും, വലിയ തമ്മിലടി ഉണ്ടാകും, ഐക്യം തകരും എന്നൊക്കെയാണ്. ഇന്നിപ്പോൾ മമതാ ബാനർജിയും അതുപോലെ തന്നെ കേജ്രിവാളും അത് പറഞ്ഞു. ഇനി നിതീഷ് കുമാറും കൂടെ പറഞ്ഞാൽ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ ഏകാഭിപ്രായത്തിലെത്തി എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചും വളരെ അഭിമാനകരമായ, ആരോഗ്യകരമായ, അതിനേക്കാളേറെ സന്തോഷകരമായ ഒരു തീരുമാനമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. ഇതിൽ ആ ഖാർഗേജി തന്നെ ഞെട്ടിപ്പോയോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് തോന്നുന്നത്. കാരണം അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം, ആദ്യം ഭൂരിപക്ഷം ഉണ്ടാക്കണമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞെടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസക്കുറവ് ആദ്യം തന്നെ അദ്ദേഹം പുറത്തേക്ക് തുറന്നു പ്രകടിപ്പിച്ചു. അത് അദ്ദേഹത്തിൻ്റെ പക്വത കൊണ്ടോ അല്ലെങ്കിൽ സീനിയോറിറ്റി കൊണ്ടോ യാഥാർത്ഥ്യബോധം കൊണ്ടോ ആയിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ശുഭോദർക്കമായിട്ടുള്ള ഒരു ചുവടുവയ്പ് ഇവിടെ നടന്നു കഴിഞ്ഞു. 28 പാർട്ടികൾ ഉണ്ട് എന്ന് ഇപ്പോൾ പറയുന്നു. ഏതായാലും ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ഈ 28 പാർട്ടികളെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഖാർഗേജിയെ മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഭാഗമാണ്, സീനിയർ നേതാവാണ്. ഇപ്പോൾ പറഞ്ഞതുപോലുള്ള വിശേഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു പൊതു സ്ഥാനാർത്ഥി, മോദിജിക്കെതിരായി ഖാർഗേജി എന്നുള്ളൊരു പൊതു സ്ഥാനാർത്ഥി വരിക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ആരോഗ്യകരമായിട്ടുള്ള ഒരു ജനാധിപത്യ ക്രമത്തിനും അതുപോലെ തന്നെ ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രതിപക്ഷത്തെ സംയോജിപ്പിച്ചുകൊണ്ട് ഒന്നിച്ചു പോകാൻ കഴിയുന്ന നല്ല ഒരു ലക്ഷണമാണ് കാണുന്നത്. പക്ഷെ ഞാൻ ഒരു സംശയം, എനിക്കൊരു ആശങ്ക തോന്നുന്നത്, ഇപ്പൊ ഖാർഗേജിയെ പാർലമെന്റിൽ പിന്തുണച്ച് പ്രധാനമന്ത്രിയാക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് എത്ര സീറ്റ് CPM കൊടുക്കണം എന്ന് ചോദിച്ചാൽ CPM ധർമ്മസങ്കടത്തിലാവും, കോൺഗ്രസും ധർമ്മസങ്കടത്തിലാവും. കാരണം എത്ര കോൺഗ്രസ്സുകാരെ തോപ്പിച്ച് എത്ര CPM ജയിക്കണം എന്നാലല്ലേ CPM കോൺഗ്രസിനെ പിന്തുണയ്ക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ഒരു നല്ല സാഹചര്യത്തിൽ, ഇത്രയും ഐക്യമുണ്ടായ സാഹചര്യത്തിൽ CPM കൂടി നിലപാട് വ്യക്തമാക്കിയിട്ട് കേരളത്തിൽ ഇന്ത്യ മുന്നണി മതി, LDFും UDFും വേണ്ട എന്നൊരു നിലപാടെടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താണെന്നറിയാമോ? കഴിഞ്ഞ തവണ 2 അക്കം തികച്ച് കോൺഗ്രസ് MPമാരെ കൊടുത്ത ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് MPമാരുള്ള സംസ്ഥാനം കേരളമാണ്. അവിടെ കോൺഗ്രസ് ദുർബലമാകാതിരിക്കാൻ വേണ്ടി LDFും UDFും മാറ്റി വെച്ചിട്ട് ഇന്ത്യ മുന്നണി കേരളത്തിൽ നിന്നല്ല, വളരെ പ്രധാനപ്പെട്ട മറ്റു ചില സംസ്ഥാനങ്ങളും ഏതാണ്ട് സമാനമായ നിലപാടിലേക്കായിരിക്കും പോവുക. Debate with MV Nikesh Kumar.